ഗുജറാത്തിൽ പാലം തകർന്നു വീണ് 3 പേർ മരിച്ചു. ആനന്ദ്, വഡോദര ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഗാംഭിര പാലമാണ് തകർന്നത്. 4 വാഹനങ്ങൾ വെള്ളത്തിൽ വീണതായാണ് സൂചന. 3 പേരെ രക്ഷപ്പെടുത്തി. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ബിനിൽ പോത്തൻ ബാബുവാണ് ചേരുന്നത്. ബിനിൽ, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? ഇങ്ങനെ പാലം തകർന്നു വീഴാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ? ലക്ഷ്മി, ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഈ ഗാംഭിറ പാലം പൂർണ്ണമായി തകർന്ന് വീണിട്ടുള്ളത്. ഈ പാലത്തിന്റെ സൂയിസൈഡ് പോയിന്റ് എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് പൂർണ്ണമായി തകർന്ന് നദിയിലേക്ക് വീണിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹിസാഗർ നദിയിലേക്ക് വീണ് 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4 പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു സംശയം അവിടെ നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. ഒരു ടാങ്കർ ലോറി ഉൾപ്പെടെ, ഒരു മിൽക്ക് ടാങ്കറാണ്, ആ ടാങ്കർ ലോറി ഉൾപ്പെടെ തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് സംവിധാനങ്ങളും NDRFന്റെ പ്രത്യേക സേന ഉൾപ്പെടെ അവിടെ എത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ഒപ്പം തന്നെ മഹിസാഗർ നദിയിൽ കൂടുതൽ ആളുകൾ വീണിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടെ അവിടെ എത്തിക്കേണ്ടത് ഉണ്ട്. വലിയ അഴിമതിയാണ് ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. 4 വാഹനങ്ങളാണ് ഈ നദിയിലേക്ക്, മഹിസാഗർ നദിയിലേക്ക് വീണതായി നാട്ടുകാർ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ലക്ഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 2 ജില്ലകൾ അടങ്ങുന്ന 2 പ്രധാനപ്പെട്ട മേഖലകളിലെ, ഗുജറാത്തിന്റെ 2 പ്രധാനപ്പെട്ട മേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. മധ്യ ഗുജറാത്തിനെ സൗരാഷ്ട്രയുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ടിവിറ്റിയാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരുന്ന ഒരു പാലമായിരുന്നു. പക്ഷേ ആ സമയത്ത് വാഹനം കുറവായതിനാൽ മാത്രമാണ് മരണസംഖ്യ 3-ൽ ഒതുങ്ങി നിൽക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നുള്ളതാണ് പറയാനാകുന്നത്. ഒപ്പം തന്നെ ആനന്ദ്, വഡോദര, ബറൂച്ച്, അൻകലേശ്വർ എന്നിവിടങ്ങളിലേക്കുമായിട്ടുള്ള ദൂരം ഇതോടുകൂടി മധ്യ ഗുജറാത്തിൽ നിന്നും സൗരാഷ്ട്രയിൽ നിന്നുള്ള ദൂരം കൂടുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പാലം പൂർണ്ണമായി തകർന്നു. നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ